ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലയാളി എന്നറിയപ്പെടുന്ന ദാരാ സിംഗിന് ജയിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഇന്നിപ്പോ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ശരിക്കും 26 വർഷമായിട്ട് ദാരാ സിംഗ് ജയിലിലാണ്. ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും അവർ ഉറങ്ങിക്കിടന്ന ജീപ്പിന് തീയിട്ട് 1999 ജനുവരി 22 ജീവനോടെ കത്തിച്ചു കൊന്നു എന്നാണ് കേസ്. ഇന്ത്യയില് കേസ് അങ്ങനെയാണ്. ആ കേസിലാണല്ലോ ശിക്ഷിക്കപ്പെട്ടു. ജീവപര്യന്തം അല്ല, വധശിക്ഷ വിധിക്കപ്പെട്ടു. സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി. 2000 മുതൽ ജയിലിലാണ്. ഇന്ത്യയിലെ ഈ മതപരിവർത്തന ലോബി എക്കാലത്തും പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേസാണ് ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികൾ ബജ്രംഗദിൽ ഒരു മിഷണറിയെയും 2 മക്കളെയും കൊന്നു എന്നുള്ളത്. ആ കേസിലെ പ്രതിക്കിപ്പോ 26 വർഷമായി ജയിലിൽ കഴിയുന്ന ദാരാ സിംഗിന് നല്ല നടപ്പ് നോക്കി ജയിലിൽ നിന്ന് വിട്ടയക്കാൻ ജയിൽ ഉപദേശക സമിതി തീരുമാനിക്കുന്നു എന്നാണ് വാർത്ത. ഇത് ശരിക്കും അംഗീകരിക്കാവുന്ന ഒന്നാണോ? പിന്നെ തീർച്ചയായിട്ടും സുനിൽ, ഞാനുള്ള കാര്യം പറയാം. ഈ കേസിന് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ് വർഷങ്ങളോളം. ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നു എന്ന് പറയപ്പെടുന്ന ദാരാ സിംഗിന്റെ അദ്ദേഹം ഒരു നിരപരാധിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു പ്രവർത്തിക്ക് കൂട്ടു നിൽക്കില്ല. അവിടെ മയൂർ ബഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഒറീസയില്. ഈ മയൂർ ബഞ്ചില് വൻതോതില് മതപരിവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. ഈ ഒന്നാമത്തത് ഇയാളൊരു ഓസ്ട്രേലിയക്കാരനാണ്. അതെ, ഞാൻ അത്ഭുതപ്പെടുന്നത് നമ്മൾ ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യം പറയുന്ന ആരും നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് ഇവിടെ മതപ്രചരണം നടത്താൻ പറ്റില്ല എന്ന കാര്യം പറയുന്നില്ല. അത് പറയില്ല, കാരണം അത് പറഞ്ഞാൽ കേസ് ഇല്ലാതാവില്ലേ? അതിനകത്ത് കുറ്റക്കാരൻ ഗ്രഹാം സ്റ്റെയിൻസ് അല്ലേ? അതെ, ഇവിടെ അയാള് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് സുപ്രീം കോടതിയുടെ സിറ്റിംഗ് ജഡ്ജ് DP വാദ്വ അങ്ങനെ ഒരു കമ്മീഷൻ ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു സുനിൽ. ആ അന്വേഷണ കമ്മീഷൻ വളരെ സെക്യുലറിസ്റ്റുകൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ജസ്റ്റിസ് വാദ്വ. അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റെയിൻസ് ഇവിടെ ചെയ്തിരുന്ന പ്രവർത്തികളൊന്നും മാത്രം നല്ല പ്രവർത്തികളായിരുന്നില്ല. അയാള് കുഷ്ഠരോഗികളുടെ ഇടയിൽ വർക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെപ്രസി ഹോം സ്ഥാപിച്ച് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും കുഷ്ഠരോഗികൾ അവിടെ ഇല്ല, കാരണം ഇന്ത്യയിലെ കുഷ്ഠരോഗം വിമുക്തമായിട്ട് അതെ എന്നേ ഡിക്ലെയർ ചെയ്തു. പിന്നെ ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം? ഇയാൾ കൊല്ലപ്പെടുന്ന 1999 ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കുഷ്ഠരോഗം ഇല്ല എന്നതാണ്, അല്ലേ? അതെ, അത് കുഷ്ഠരോഗം ഇല്ല എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാ പറഞ്ഞിരുന്നേ. കുഷ്ഠരോഗം ഇല്ല എന്നുള്ളത് ഇന്ത്യയിൽ കുഷ്ഠരോഗം ഇപ്പൊ നമ്മൾ പറയില്ലേ കോൺഗ്രസ് മുക്ത് ഭാരത്, കോൺഗ്രസ് ഫ്രീ ഭാരത് എന്ന് പറയില്ല, അതേപോലെ ലെപ്രസി ഫ്രീ ഭാരത് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്ന പ്രധാനമന്ത്രി മുമ്പ് തന്നെ. അതെ അതെ. പിന്നെ ഇയാൾക്ക് എന്തായിരുന്നു ഇയാൾക്ക് ഇവിടെ ബിസിനസ്? ഇയാൾ ഇവിടെ വന്ന് കാട്ടിനുള്ളിൽ ലെപ്രസി ഹോം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു മതപരിവർത്തന കേന്ദ്രം നടത്തിയിരുന്നു. അയാളുടെ ലക്ഷ്യം മുഴുവനും ആദിവാസികളെ ക്രൈസ്തവ സഭയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒറീസയിലെ മയൂർഭഞ്ച്, മനോഹർപൂർ ഉള്ള സ്ഥലങ്ങളിലെ 100% ആദിവാസികളെ അയാളെ ക്രൈസ്തവ സഭയിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. ഇതിന് ഏറ്റവും വലിയ വ്യക്തമായ തെളിവ് ഈ ക്രൈസ്തവ സുവിശേഷവൽക്കരണക്കാരെ ഓസ്ട്രേലിയയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ടൈഡിങ്, TIDING, ടൈഡിങ്, മനസ്സിലായോ? ടൈഡിങ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. അതില് ഇയാൾ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്നു, ഞാൻ ഇത്രാം തീയതി ഇത്ര പേരെ മതപരിവർത്തനം ചെയ്തു, ഞാൻ ഇത്രാം തീയതി ഇത്ര പേരെ മതപരിവർത്തനം ചെയ്തു, ഇത്രമാത്രം പള്ളികൾ സ്ഥാപിച്ചു, ഇത്രമാത്രം കുരിശുകൾ സ്ഥാപിച്ചു, ഏതാനും നാളുകൾക്കുള്ളിൽ ഇവിടെ നിന്നും സനാതന ധർമ്മം തുടച്ചു നീക്കപ്പെടും, ഹിന്ദുക്കളെ ഇവിടെ നിന്ന് ഇല്ലാതാക്കി, ഞങ്ങൾ ഇവിടെ മുഴുവൻ ഒരു ക്രൈസ്തവ പ്രദേശമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ് അയാൾ എഴുതിയിരുന്നത്. അതിനെ പറ്റിയിട്ട് ടൈഡിങ് ഈ വാദ്വ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പരാമർശം ഉണ്ടെങ്കിലും അതിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അല്ല, ഈ വാദ്വ കമ്മീഷൻ ഈ പറഞ്ഞ മതേതരവാദികളുടെ പ്രിയപ്പെട്ട ആളായിട്ട് പോലും ആ വാദ്വയ്ക്ക് എഴുതേണ്ടി വന്നു ഈ കാര്യം. അതെ 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 അതെ.
പിന്നെ വേറെ എന്നുള്ളത് ഈ ജംഗിൾ ക്യാമ്പുകൾ നടത്തിയിരുന്നു ഇയാൾ നടത്തിയിരുന്ന ബൈബിൾ ക്ലാസ്സുകളും ജംഗിൾ ക്യാമ്പുകളും അതീവ രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടി പണ്ട് സ്റ്റഡി ക്ലാസ് നടത്തൂലേ നക്സലൈറ്റുകളൊക്കെ, അതേപോലെ അതീവ ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കൊല്ലാനുള്ള പദ്ധതി അവിടെ വെച്ചിട്ടാണ് ആവിഷ്കരിക്കുന്നത്. അങ്ങനെയാണ് അയാൾ ബൈബിൾ ക്ലാസ്സുകളും പിന്നെ അതേപോലെ ഈ ജംഗിൾ ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. ജംഗിൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജംഗിൾ ക്യാമ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ടിരുന്ന അയർ നിറച്ച് മദ്യം മേടിച്ചു കൊടുക്കും, പശുവിറച്ചിയും കാളയിറച്ചിയും കൊടുക്കും, അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്യിപ്പിക്കും. ഈ മതപരിവർത്തനത്തിലേക്ക് കൂട്ടാക്കാൻ പറ്റാത്ത വനിതകളെയൊക്കെ ബലാത്സംഗമം ചെയ്യും ഇയാളുടെ കൂട്ടുകാരും കൂടി. അത്രമാത്രം ദുഷ്ടത്തരാണ് ഇയാൾ കാണിച്ചത്. കടുത്ത ആക്ഷേപമാണ്. റേപ്പ് ചെയ്തു അങ്ങനെ കേസുണ്ടോ? പിന്നെ ഒരു ജ്യോതിർമയി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നു 2 പാസ്റ്റർമാർ ഒറീസയില്. അതിനെ പറിച്ച് ഒരു കേസും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഏറ്റവും വലിയ ഉന്നത സോഴ്സസിൽ നിന്നുള്ള എന്താ പറയുക സമ്മർദ്ദം കാരണം അവരെ വിട്ടയക്കേണ്ടി വന്നു 2 പാസ്റ്റർമാര്. അത് വാർത്തയൊക്കെ ആയിരുന്നു കാലത്തല്ലേ? ആര് വാർത്തയാക്കി. ഇതിപ്പോ നമ്മളിത് അന്വേഷിച്ച് പോകുമ്പോ എനിക്കതൊരു ഒരു നായക് പറഞ്ഞു, രവി നായിക്കാണ് തോന്നുന്നു, ഒരു പഴയ ADGP ഉണ്ടായിരുന്നു അവിടെ, IG നോട്ട് ADGP, IG ഓഫ് പോലീസ്. അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഈ മർഡറർ ആണെന്ന് പറയുന്ന ദാരാസിംഗിന് വേണ്ടി കേസ് വാദിച്ച വ്യക്തിയാണ്. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞതാണ് ഈ സംഭവമൊക്കെ. അദ്ദേഹം നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ, സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അത്രമാത്രം മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രം 1998-99 ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകത്തിന് ശേഷം, ദ സോ കോൾഡ് കൊലപാതകത്തിന് ശേഷം 52 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 25 പേര് ബജറംഗ് ദളിന്റെ ആൾക്കാരും 27 പേര് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആൾക്കാരുമാണെന്ന് BB പണ്ഡ എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു റിപ്പോർട്ട് വന്നു. BB പണ്ഡ പറയുന്നത് ഞാൻ അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിച്ചിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ ഒരു കണക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം റിജോയിൻഡർ ഇഷ്യൂ ചെയ്തു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക്. അവരത് പബ്ലിഷ് ചെയ്ത് കൂടിയില്ല. ഈ വാർത്തയ്ക്ക് പ്രാമുഖ്യം കിട്ടി. ഇത് എന്താന്ന് വെച്ചാല് അന്ന് ഈ പറയുന്ന ജാബുവ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ മധ്യപ്രദേശിലെ, ജാബുവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞൊരു വലിയ കേസുണ്ടായി. ഹിന്ദു മതമൗലികവാദികളാണ് ബലാത്സംഗം ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് കേസുണ്ടായി. അന്വേഷിച്ച് വന്നപ്പോ എന്താ, അവരെ ബലാത്സംഗം ചെയ്ത ക്രിസ്ത്യാനികൾ തന്നെയാണ്, മതപരിവർത്തനത്തിന് വിധേയമായ ക്രിസ്ത്യാനികളാണ്, ആദിവാസി മേഖലകളിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തത്. ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണം സുനിൽ ഇപ്പോഴും മനസ്സിലാക്കണം, അതൊരു കൊലപാതകയായിരുന്നില്ല. അയാള് ജംഗിൾ ക്യാമ്പ് നടത്തി. ജംഗിൾ ക്യാമ്പ് നടത്തുമ്പോ എന്താ വെച്ചാൽ ക്യാമ്പ് ഫയർ ഇടും. രാത്രി കൂട്ടിയിട്ട് തീ കത്തിക്കുക, അതിന്റെ ചുറ്റും ഇരുന്ന് ആളുകൾ പാട്ടും ഡാൻസും നടത്തും. ഡാൻസും പാട്ടും മദ്യപാനവും മധുരോത്സവവും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി 11-12 മണിയായപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. ഇയാൾക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഇയാൾക്ക് കുറച്ച് ദൂരം ഓടിക്കണം കാട്ടിക്കൂടെ. അപ്പൊ ഇയാൾ വിചാരിച്ച് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ ജീപ്പിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാമെന്ന് വന്ന് കിടന്നുറങ്ങി. ഈ ക്യാമ്പ് ഫയർ കിടത്താനായിട്ട് ഇയാൾ മറന്നുപോയി. ഈ ക്യാമ്പ് ഫയർ രാത്രിയിലത്തെ തീയിൽ കാറ്റിൽ ആളിക്കത്തി ഡ്രൈ ഏരിയ അല്ലേ, പെട്ടെന്ന് അത് ജീപ്പിലേക്ക് പിടിച്ച് അങ്ങനെ ജീപ്പ് ആളിക്കത്തി. ഇയാൾ ജീപ്പിനകത്ത് ലോക്ക്ഡായി പോയി, ഇയാളും 2 മക്കളും അങ്ങനെ കത്തിപ്പോയതാണ്. എന്നിട്ട് പറയണു അയാളെ കൊന്നതാണ്, തീ വെച്ച് കൊന്നതാണെന്ന്. ഈ ദാരാസിംഗിനോട് ഇയാൾക്ക് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നു, പാസ്റ്റർമാർക്കും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം ദാരാസിംഗ് ഗോസംരക്ഷണത്തിന് വേണ്ടി നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഒറീസയ്ക്ക് പുറത്തേക്ക് ട്രക്കിനകത്ത് അനധികൃതമായിട്ടൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന പശുക്കളെ മുഴുവൻ പിടിച്ചിറങ്ങി പാവപ്പെട്ട കർഷകരുടെ ഇടയിൽ വിതരണം ചെയ്യുകയായിരുന്നു സൗജന്യമായിട്ട്. കാരണം സുനിലിന് അറിയാമല്ലോ, അവിടെ ആൾക്കാർ പശുക്കളെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്. അത് മനസ്സിലാക്കിയിട്ടൊക്കെ എല്ലാവരും അന്ന് തന്നെ പണ്ട് 1971 തൊട്ട് ഇന്ദിരാഗാന്ധി പശുവും കിടാവും ചിഹ്നത്തില് വോട്ട് ചെയ്തത്. അല്ല, കോൺഗ്രസ് സർക്കാരാണല്ലോ ഇന്ത്യയില് ഗോവധം നടപ്പാക്കിയത് പല സംസ്ഥാനങ്ങളിലും. അതെ, അതിലൊരു ശങ്കരാചാര്യരുടെ ശാപമാണ് ആ കുടുംബത്തിന്, ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിന് വന്നേക്കണം. അവരുടെ വീട്ടിൽ മുഴുവൻ ദുർമരണമല്ലേ ഉണ്ടായിട്ടുള്ളൂ.
ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, എനിക്ക് തോന്നുന്നത് അതൊരു സ്റ്റോറിയാണ്. അത് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് സംസാരിക്കണം. ഈ ഇന്ദിരാഗാന്ധിക്ക് ശങ്കരാചാര്യരുടെ ശാപം എന്ന് പറയുന്നത് നമുക്കൊരു എപ്പിസോഡ് ചെയ്യണം സാർ. ഏതായാലും ഇത് ഇപ്പൊ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം സംബന്ധിച്ച് ഇങ്ങനൊരു വെർഷൻ മുമ്പ് സാർ എന്നോട് സ്വകാര്യമായി പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. കമോൺ എന്റെ സുനിൽ, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ ആരാ എഴുതുക? ധൈര്യം വേണം പറയാനായിട്ട്. ഇതൊക്കെ പറഞ്ഞു തരണല്ലേ എന്നെ സംഗീതം പറഞ്ഞ സീലും കുത്തി എനിക്ക് പണി കിട്ടാണ് ഞാൻ തെക്ക് വടക്ക് നടക്കണേ. എനിക്കിപ്പോ കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത് പറയും അത്രയും. ബട്ട് താങ്ക്സ് ടു യു ഐ ഗോട്ട് എ ചാൻസ് ടു ടോക്ക് അബൌട്ട് ദിസ്. ഞാൻ ഒരു കാര്യം പറയാം സുനിലിന്റെ അടുത്ത്. 98-ലോ 99-ലോ മറ്റോ ഇയാൾ മരിച്ചില്ലേ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞുണ്ടല്ലോ, പോളണ്ടുകാരൻ. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ അടുത്ത പോപ്പ് ആരായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വലിയ ചർച്ച നടക്കുക. കേരളത്തിൽ നിന്നുള്ള ആളാണോ, ഭാരതീയനാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അന്ന് എഴുതി കൊടുത്ത റിപ്പോർട്ടില് എന്താ പറയണ, അടുത്ത പോപ്പ ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറഞ്ഞൊരു ജർമ്മൻ കാർദിനാളാണ്, ബവേറിയയിൽ ജനിച്ച അയാളാണ്. എല്ലാ അർത്ഥത്തിലും അയാളായിരിക്കും പോപ്പാവാൻ പോണെന്ന് അത് എഴുതി കൊടുത്തു. ഞാനൊന്നൊരു ചാനലിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ വെബ്സൈറ്റിന്റെ ചാർജ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഞങ്ങൾക്കൊരു KP മോഹനൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞിരാമൻ, മലബാറുകാരനാണ്, അയാൾ പഴയ കോൺഗ്രസ്സുകാരനാണ്. അയാൾക്കത് കണ്ടപ്പോ പേടിയായി. അയ്യോ ഇവിടെ കൊടുക്കാൻ പറ്റൂല, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ഫോളോവേഴ്സിനൊക്കെ ഇഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, അൾട്ടിമേറ്റ് യു ആർ ഗോയിങ് ടു ബി ദ അൾട്ടിമേറ്റ് ലൂസർ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആളാ തിരുവനന്തപുരത്ത് തെക്കോളജ് അടക്കണ്ട് മോഹന് അറിയായിരിക്കും, അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും TV ചാനലില്. അപ്പോ ഇത് നാലാവസാനം ഇയാളാണ് ബിഷപ്പ് പോപ്പായത്, മറ്റേ ജോസഫ് റാറ്റ്സിംഗർ. അത് പോട്ടെ, ഇത് എല്ലാം വ്യക്തമായ തെളിവുണ്ടായിരുന്നു. ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് അതിനകത്ത് ഈ നമ്മുടെ ദാരാസിംഗിന് ഒരു പങ്കുമില്ല എന്നുള്ള വിവരം. എല്ലാ തെളിവും വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി വധക്കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടു അല്ലേ? എത്ര പേരെ തൂക്കിക്കുന്നു? 28 പേരെ തൂക്കിക്കൊല്ലാൻ മരിച്ച ഒറ്റ മനുഷ്യനുണ്ടോ ജയിലിൽ? എല്ലാവരും പോയില്ല, എല്ലാവരും വിട്ടയച്ചില്ലേ? ഇതെങ്കിലും ഈ നിരപരാധിയായ വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ് ഈ ദാരാസിംഗിന്. അപ്പൊ ഞാനിത് പറയുമ്പോ നമ്മുടെ ആൾക്കാർ പറയും ഞാൻ ഹിന്ദു വർഗീയവാദിയാണ്, വിഷം തുപ്പണു എന്നൊക്കെ പറയും. സത്യം പറയുമ്പോ അതിങ്ങനെയാ വിഷം അവിടെ. അത് ഇവർക്ക് അത് എന്നിട്ട് ഒരു കഴിഞ്ഞ തവണ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുക, ജീപ്പ് കിടക്കും, കത്തിയ ജീപ്പ്, എന്നിട്ട് അത് ചെയിൻ ചെയ്തിരിക്കുന്ന അങ്ങോട്ട് ഓടിപ്പോവാണ്ടിരിക്കണേ, ഇങ്ങനെ ചെയിൻ ഇട്ട് മുറുക്കിയിട്ടാണ് ജീപ്പ് കത്തിച്ചതെന്ന്. അത് പോലീസുകാർ വന്നിട്ട് ആ ജീപ്പ് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കത്തി കഴിഞ്ഞ പിന്നെ ചെയിൻ ഇട്ടിട്ട് മുറുക്കിയതാണ് 4 വശവും. അതിങ്ങനെ ഈ പള്ളിയിലെ മറ്റേ ഇതില്ലേ പാസ്റ്റർമാരില്ലേ, അവന്മാര് അശ്രീകരങ്ങൾ, അവര് വാ തുറന്ന നുണേ പറയുള്ളൂ. അവര് ഇങ്ങനെയൊക്കെ അവർക്ക് എക്കോ സിസ്റ്റം ഉണ്ട്, ഇഷ്ടംപോലെ പോർട്ടൽസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിക്കുള്ള ഇവര് ഇങ്ങനെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മുടെ ആൾക്കാർ എന്തുവേണേ പ്രചരിപ്പിച്ചോട്ടെ. അല്ല, നമ്മുടെ ആൾക്കാർ പറയും അയ്യോ കഷ്ടമായി പോയി, എന്നാൽ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നല്ലോ, അവരെ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറയും. മറ്റേ അതിന്റെ പിന്നിലുള്ള മറ്റു കാര്യങ്ങളൊന്നും അവർ മിണ്ടൂല, അവരറിയില്ല അതിനെ കുറിച്ചിട്ട്. അതെ, അല്ല അറിയാൻ മാർഗമില്ല സാർ. കാരണം മാധ്യമങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു പക്ഷത്തൊരു നാരേറ്റീവ്സ് ഉണ്ടാക്കി അങ്ങനെ നുണ പറഞ്ഞു നുണയാണ് സത്യം എന്ന് കരുതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ്. ഏതായാലും നമ്മളിത് പറയുന്നത് കൊണ്ട് നമ്മളോട് കുറെ പേർക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷെ സത്യം പറയാതിരിക്കാൻ വയ്യല്ലോ. ഇല്ല, എനിക്ക് ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ എനിക്ക് യാതൊരു വൈരാഗ്യമില്ല. സുനിലിനെ നന്നായിട്ട് അറിയാമല്ലോ. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് നടക്കണം ഈ പരിശുദ്ധ ബസേലിയോസ് കൂറിലോസ് എന്ന് പറഞ്ഞ സ്വയം പേര് പറഞ്ഞ എന്താ അച്ഛന്റെ പേര് എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ തോമസ് തൃതീയൻ പ്രഥമ കത്തോലിക്ക ബാവാണ്. സ്വയം പറയാ ഞാൻ പരിശുദ്ധനാണെന്ന്. അയാൾ ആര് പരിശുദ്ധനാണെന്ന് പറയുന്നുള്ള കാര്യം മറ്റുള്ളവരല്ലേ പരിശുദ്ധനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട്. ഒരുപാട് പേർ എവിടെ കുമാർ ചെല്ലപ്പൻ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. സാറിന് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. തല്ലിക്കൊന്നിട്ടൊന്നുമില്ല, ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, വിശ്രമത്തിലാണ്. കുറച്ച് ദിവസം കൂടി അദ്ദേഹം ടെലിഇന്നിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനുശേഷം അദ്ദേഹം നേരിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വൈകാതെ എത്രയും വേഗം വരും. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സാറിനോട് ഹീൽ സൂൺ എന്ന് പറയുന്നു. വളരെ വേഗം തിരിച്ചു വരും സാർ.
സുനിൽ വാർത്തയിൽ ഈ പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ? ഒറീസയിലെ പോലീസ് അതോറിറ്റീസ് ജയിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും പറയണത് എന്താന്ന് അവര് പറയുന്നത് ഈ എന്താ ദാരാ സിംഗിനെ പോലെ ഇത്ര സ്വഭാവ വൈശിഷ്ട്യം മഹിമയുള്ള ഒരു മനുഷ്യൻ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വെറുതെ വിടണം എന്നാണ് അവർ പറയുന്നത്. അതെ 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 അദ്ദേഹത്തോട് വളരെ ക്രൂരതയാണ് നമ്മൾ കാണിച്ചത് മുഴുവൻ. അദ്ദേഹത്തെ വെറുതെ വിടാനുള്ള തീരുമാനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ തോതിൽ ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അയ്യോ, ക്രൂരനായ ഒരു മനുഷ്യനെ വിടുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ ഈ നളിനിയെയും പിന്നെ ശ്രീഹരനെയും അങ്ങനെയൊക്കെയുള്ള കുറെ അലമ്പ് കേസുകളെ മുഴുവനും ജയിലിൽ നിന്ന് വിട്ട സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് എന്നെ മോചിപ്പിക്കേണ്ടതായിരുന്നു. ഇദ്ദേഹം കുറ്റവാളിയല്ല, അദ്ദേഹം നിരപരാധിയാണ്. ഞാൻ ഇപ്പോഴും പറയും അദ്ദേഹം നിരപരാധിയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ വർക്കേഴ്സും ചേർന്നിട്ടാണ് അദ്ദേഹം, സോഷ്യൽ ആക്ടിവിസ്റ്റുകളും സോക്കോൾഡ് മതേതരവാദികളും ചേർന്നിട്ടാണ് അദ്ദേഹത്തെ എന്താ പറയണേ കൊലപാതകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരാണല്ലോ അപ്പർ ഹാൻഡ് ഉള്ളത്. എന്തെങ്കിലും സംശയമുണ്ട്? നമ്മുടെ RVS മണി ഇത്തവണ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് രാജ്യം. അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിന് ഈ കേസ് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ഈ റിപ്പോർട്ട്സ് മുഴുവൻ സ്വീകരിച്ച ആളാണ് അദ്ദേഹം. അതെ 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 അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന കാര്യം പുതിയ കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഹിന്ദു ടെറർ എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. ഞാനൊരു വർഷം മുമ്പ് അതെ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ പുസ്തകം അതൊരു ലാൻഡ്മാർക്ക് ഇവന്റ് ആണ്. എന്റെ പക്കലുണ്ട് ആ പുസ്തകം. അത് വെച്ചിട്ട് മുമ്പൊരിക്കൽ ഞാൻ ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ അജ്മൽ കസബിന്റെ കഥയും ഒക്കെ പറഞ്ഞിട്ട്. എനിവേ സാർ, നമുക്ക് വളരെ വേഗം കാണാം. പ്രേക്ഷകർ അങ്ങ് കാത്തിരിക്കുന്നു. ഓക്കെ സുനിൽ, താങ്ക് യു സോ മച്ച് സുനിൽ. ഓക്കെ സാർ, താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.